ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരുവിധം എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണിത്. ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഡെയിലി വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്കാണ് കേട്ടോ. ഇത് എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കാനും അതേപോലെ തന്നെ തിളക്കം നിലനിർത്താനും സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. പിന്നെ ഫസ്റ്റ് യൂസിൽ അത്യാവശ്യം നല്ല കളറ് ഫസ്റ്റ് യൂസ് തന്നെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു ഫേസ് പാക്ക് അറ്റ്ലീസ്റ്റ് 1 മന്തെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ വിചാരിച്ച പോലത്തെ റിസൾട്ട് കിട്ടൂ, പെർമനൻറ്റ് റിസൾട്ട്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ മുൾത്താനി മിട്ടിയാണ്. മുൾത്താനി മിട്ടി എന്ന് പറഞ്ഞാൽ ഒരുതരം ക്ലേ ആണ് കേട്ടോ, കളിമണ്ണ് എന്ന് പറയില്ലേ നമ്മൾ. അപ്പോൾ അത് എല്ലാ ആയുർവേദ ഷോപ്പിലും അവൈലബിൾ ആണ്. അപ്പോൾ അതൊരു പാക്കറ്റ് വാങ്ങി വെച്ചാൽ നിങ്ങൾക്ക് ഒരു മാസത്തിൻ്റെ മേലെ യൂസ് ചെയ്യാനുണ്ടാവും. അപ്പോൾ പിന്നെ വേണ്ടത് നമുക്ക് കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞളും ഇതേപോലെ തന്നെ മെഡിക്കൽ ഷോപ്പുകളിൽ അതേപോലെ തന്നെ ആയുർവേദ ഷോപ്പുകളിലെല്ലാം അവൈലബിൾ ആണ്. മുൾത്താണി മിട്ടി കിട്ടുന്നിടത്തൊക്കെ ഈ കസ്തൂരി മഞ്ഞളും കിട്ടും കേട്ടോ. അപ്പോൾ ഈ കസ്തൂരി മഞ്ഞളുടെ കളറ് ഒരു ക്രീമിഷ് കളറല്ലേ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിയ ഈ ഒരു കളറാണ് എനിക്ക് കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞിട്ട് കിട്ടിയത് കേട്ടോ. ഇത് ഏകദേശം ഒരു ക്രീമിഷ് കളർ തന്നെയാണ്, പക്ഷേ ക്യാമറയിൽ അങ്ങനെ കാണുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് ഒരുപാട് കമൻറ്റ്സ് വരും, അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് പാലാണ്. പാല് എന്ന് പറയുന്നത് ചൂടൊന്നും ആക്കാത്ത സാധാരണ പച്ചപ്പാലാണ് ഒഴിച്ചു കൊടുത്തത്. പാലിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പാക്ക് നമ്മുടെ മുഖത്ത് കോട്ടായി നിൽക്കുന്ന രൂപത്തിലുള്ള കൺസിസ്റ്റൻസി കിട്ടുന്ന ആവശ്യത്തിനുള്ള പാല് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. പിന്നെ പാലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് യൂസ് ചെയ്യാം. പക്ഷേ ഓയിലി സ്കിന്നുള്ളവർ പാല് യൂസ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നുള്ളവർക്കും തൈരാണ് കുറച്ചും കൂടി നല്ലത്. ഓയിലി സ്കിന്നുള്ളവർക്ക് അവരുടെ സ്കിന്ന് കുറച്ചും കൂടി ഓയിലി ആക്കും ഈ തൈര് യൂസ് ചെയ്താൽ. അതുകൊണ്ടാണ് അവരോട് പാൽ യൂസ് ചെയ്തോളാം പറഞ്ഞത് കേട്ടോ. പിന്നെ നോർമൽ സ്കിന്നുകാർക്ക് എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാക്ക് ഇവിടെ നമുക്ക് മുഖത്ത്, കൈ, കാലുകളിൽ അതേപോലെ തന്നെ ബോഡി കംപ്ലീറ്റ് വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ എവിടെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ മുന്നേ നമ്മുടെ മുഖമെല്ലാം ഒന്ന് വൃത്തിയായി കഴുകി എടുത്തതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ പറഞ്ഞ അളവ് തന്നെ എടുക്കുക കേട്ടോ. കസ്തൂരി മഞ്ഞളുടെ അളവ് ഒരുപാട് കൂടിപ്പോകാൻ പാടില്ല. കൂടിപ്പോയാൽ നല്ലൊരു പുകച്ചലുണ്ടാവും കേട്ടോ. അതെല്ലാ സ്കിൻ ടൈപ്പ് ആർക്ക് ഇട്ടാലും ആ ഒരു പുകച്ചലുണ്ടാവും, അതൊന്നും പേടിക്കണ്ട കേട്ടോ. പിന്നെ എന്തെങ്കിലും ഇപ്പോൾ ആഡ് ചെയ്ത സാധനങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ ദയവേത് നിങ്ങളിത് ട്രൈ ചെയ്യരുത് കേട്ടോ. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് തന്നെ അറിയുന്ന കാര്യം, നിങ്ങളുടെ സ്കിന്നിന് എന്തെന്ന് അലർജി. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഏകദേശം ഒരു 20-25 മിനിറ്റ് കൊണ്ട് എൻ്റെ ഇത് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഡ്രൈ ആയതിന് ശേഷം നമ്മൾ ഇതൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ റിമൂവ് ആയിട്ട് കിട്ടും. നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ഇതാണ്. ഇത് മുൾത്താണി മിട്ടി എന്ന് പറയുന്നത് ഒരു ഇങ്ങനെ എന്താ പറയുക, ഒരു വഴുതുന്ന ഒരു ടൈപ്പ് ഉള്ള ഒരു പൊടിയാണത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് നമ്മളെ ഒരുപാട് സഹായിക്കും. വളരെ നല്ല സാധനമാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ പാലിനും തൈരിനും പകരം റോസ് വാട്ടർ യൂസ് ചെയ്തിട്ടും ഇത് തയ്യാറാക്കേ. അപ്പോൾ ഇതാ ഞാനിത് കഴുകിയെടുത്തിട്ടുണ്ട്. ആ കഴുകിയെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു ഫസ്റ്റ് യൂസ് തന്നെ അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടും. പക്ഷേ ആ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു 24 ഹവേഴ്സിൻ്റെ നേരത്തിന് മാത്രമേ ആ ഒരു നിറവും തിളക്കവും നമ്മളെ മുഖത്തേക്ക് നിൽക്കൂ. പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഡെയിലി യൂസ് ചെയ്യുക, വീക്ക്ലി 2 ആയിട്ട് യൂസ് ചെയ്യുക. എങ്ങനെയായാലും നിങ്ങൾ ഒരു മാസം നിങ്ങൾ ഈ ഒരു പാക്ക് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ മുഖത്ത് അത്യാവശ്യം നല്ല മാറ്റം തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കാരണം ഞാൻ പറഞ്ഞല്ലോ, കസ്തൂരി മഞ്ഞളായാലും നമ്മുടെ ഈ മുൾത്താണി മിട്ടി ആയാലും നമ്മുടെ മുഖത്തിന് കളർ വരാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ റിസൾട്ട് ഉറപ്പായിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഒരുപാട് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.